കാട്ടുകള്ളൻ എന്താണ് ആ പഹയന്റെ പേര് മറന്നുപോയി. അല്ലല്ല, കാട്ടുകള്ളൻ വീരപ്പൻ മരിച്ചുപോയി. വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന് വെറ്റിലയും പാക്കും വച്ച് മിസ്റ്റർ മാണിക്ക് ഗുരുത്വം നൽകിക്കൊണ്ടുള്ള സമീപനം സ്വീകരിച്ചേനെ. വാക്കുകൾ കൊണ്ട് തലക്കടിക്കും VS. മർമ്മത്തിൽ വീഴുന്ന അടിയുടെ ആഘാതത്തിൽ നിന്നുണരാൻ എതിരാളികൾക്ക് കുറച്ചധികം സമയം വേണ്ടിവരും. ഇടതുമുന്നണി പ്രതിപക്ഷത്തിരുന്ന കാലത്തെല്ലാം VS UDF ഭരണത്തിനെതിരെ വീറോടെ പോരടിച്ചു. ഉള്ളത് പറഞ്ഞാൽ കള്ളികൾ ഇരിക്കുമെന്ന് മാത്രമല്ല, കള്ളന്മാരും ദേഷ്യപ്പെടുമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഭരണപക്ഷത്തെ ഇടം ബലം തളച്ചു. അദാനിയുടെ കൂടെ ചാണ്ടിയും കൂട്ടരും കൈവശപ്പെടുത്തി എന്ന് വ്യക്തത. അല്ലെങ്കിൽ 2/3 ഭാഗം മുതൽ മുടക്കിയിട്ടുള്ള സർക്കാരിന് ഒരു ശതമാനം, 1/3 തുക ചെലവാക്കിയ ആളുകൾക്കോ 99%. വികസനവും കരുതലുമെന്ന UDF മുദ്രാവാക്യത്തെ കിട്ടിയ വേദികളിലെല്ലാം VS കണക്കറ്റ് പരിഹസിച്ചു. ചോദിക്കുന്ന പണമങ്ങ് കൊടുക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. കരുതൽ വേണമേ എന്ന യാതനയായിരിക്കുമല്ലോ അതിന്റെ കൂടെയുള്ളത്. പാഠപുസ്തക വിതരണം വൈകിയപ്പോൾ വിമർശനം PK അബ്ദുറബ്ബിന്. റബ്ബ് പറയുന്നത് എന്താണെന്നോ, ഓണപരീക്ഷയ്ക്ക് മുമ്പായിട്ട് കൊടുക്ക. അപ്പൊ ഓണപരീക്ഷയിൽ എഴുതണ്ടേ റബ്ബേ. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നീക്കിയ ഉമ്മൻചാണ്ടിയെ സ്വതസിദ്ധമായ ശൈലിയിൽ നേരിട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി ആദിവാസികളുടെ ഊരെങ്ങാനമുണ്ടോ എന്ന് തിരക്കി ഓടിയ വ്യക്തിയും അവരോട് അവിടെ ചെന്നിട്ട് കപ്പ തിന്നുക. ഉമ്മൻചാണ്ടി കപ്പ തിന്നു. അയ്യോ, സോളാർ കേസിൽ സർക്കാരിന്റെ തൊലിയുരിച്ചു. ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം A+ A+ ആണോ കൊടുക്കേണ്ടത്, അതോ A സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്? A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ കാണുന്ന രാഷ്ട്രീയ പോർമുഖങ്ങളിൽ നേർക്കുനേർ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്നും AK ആന്റണിയെ ആറാട്ടുമുണ്ടനെന്നും വിളിച്ചു. കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കാത്തതിന്റെ ദേഷ്യം തീർക്കാനാണ് O രാജഗോപാൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് കളിയാക്കി. നമ്മളോടാരോടുമുള്ള വൈരാഗ്യമല്ല. മോഡി ഒരു കൊല്ലമായി പ്രധാനമന്ത്രിയായി തുടരുകയാണ്. പലരെയും അദ്ദേഹം പരിഗണിച്ചു. എന്തുകൊണ്ട് തന്നെ പരിഗണിക്കുന്നില്ല എന്ന ദേഷ്യം മോഡിയോടുള്ളത് തീർക്കാൻ വേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാൻ കാണിച്ചു തരാം എന്ന നിലപാടെടുക്കുന്നതോ എന്തോ. EK നായനാർക്ക് ശേഷം പ്രസംഗവേദികളിൽ ജനത്തെ ഇളക്കിമറിച്ച CPM നേതാവാണ് VS. നർമ്മമായിരുന്നു നായനാരുടെ ആയുധമെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ ബാക്കിയാക്കുന്ന പരിഹാസമാണ് VS എതിരാളികൾക്ക് നേരെ പ്രയോഗിച്ചത്. ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.